അപ്പോൾ നമ്മളിങ്ങനെ ഉമ്മാനെയും കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. അൽഹംദുലില്ലാ ആരോഗ്യാഫിയത്തും ഉമ്മാക്കും വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് എന്ത് ചെയ്യണം, ദുആ ചെയ്യണം. കാരണം ഒരുപാട് കാലം ഇപ്പോൾ അൽഹംദുലില്ലാ ഇതുവരെ അസുഖവും കാര്യമൊന്നും ഉണ്ടായിട്ടില്ല, ഇനിയും ഉണ്ടാവാതിരിക്കട്ടെ. നല്ല പാലിയൊക്കെ അയച്ചിട്ട് ആമീൻ. നല്ല സന്തോഷത്തിലുമ്മ അല്ലേ? നോക്ക് 16 വയസ്സുള്ള കുട്ടിയാർക്കുമല്ലോ ഇത് പിന്നെ വലിയൊരു ചെയിന് ഇതെല്ലാം എത്തുന്ന മക്കളെ കാണുന്നത്. ഇതെല്ലാം സുഹൃത്തുക്കൾ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഇതെല്ലാം ഇതിനെ നമ്മൾ പറയാ തുമ്പറ്റാറോ ഇതിനെന്തിനും പറയാ അലിക്കത്ത്. ഇതിലൊരുപാട് പഴക്കമുള്ള സംഭവമാണ്. അതേപോലെ സങ്കടം പറയുള്ളതെന്ന് പറഞ്ഞാൽ ഉപ്പാനെ നോക്കാനും കാണാനൊന്നും കിട്ടിയിട്ടില്ല. കുട്ടിക്കാലത്ത് മരിച്ചു ഓരോ ഓർമ്മകൾ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. ഇപ്പോൾ ഇതാ നിൽക്കുന്നത്. ഇത് അൽഹംദുലില്ലാ നിങ്ങൾ പ്രത്യേകിച്ച് ദുആ ചെയ്യണം. കാരണം ഒരുപാട് കാലം ആരോഗ്യ ആഫിയത്തും ദീർഘായുസ്വല്ലം എൻ്റെ ഉമ്മാക്കും അതേപോലെ കാണുന്ന എല്ലാവരും ഉപ്പാക്കും ഉമ്മാക്കും എല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. അല്ലടാ ഇതാ മോളെ, ഇങ്ങനത്തെ താളാ നുള്ളുണ്ട്, കരിന്താള്. കറുത്ത കരിന്താള്. ഇത് നല്ല ഔഷധമുള്ള താളാ. ഇങ്ങനത്തെ ഇത് നല്ലതാ നമുക്ക്. കർക്കിടത്തിൽ നല്ല താളാ. കണ്ടാ ഇങ്ങനത്തെ നുള്ളാണ് നല്ലത്. അതുകൊണ്ട് ഇങ്ങനത്തെ പറിക്കുണ്ടോ ഈ കർക്കിടത്തിൽ നല്ല താളായിട്ട് കണ്ടാ. ഇത് നല്ല ഔഷധമുള്ള താളാ. എൻ്റെ കയ്യിലോട്ട് പോയിട്ടുന്നില്ല. കണ്ടാ സുഹൃത്തുക്കളെ, ഇത് എൻ്റെ മോളെ കുട്ടി, എൻ്റെ മോൻ്റെ കുട്ടി, എൻ്റെ ആയുസ്. ഞങ്ങളിങ്ങനെ താള് കൊള്ളാൻ പറഞ്ഞു. കാരണം എന്ന് പറഞ്ഞാൽ ഈ താള് എന്ന് പറഞ്ഞാൽ ചില നാട്ടുകാർക്ക് അറിയുമെന്ന് അറിയില്ല. ഇത് ഭയങ്കര ഔഷധമുള്ള സംഭവമാണ്. നമ്മൾ ഈ മിഞ്ഞാന്നെന്തേക്ക് നുള്ളി അപ്പോൾ നമുക്ക് നാവ് ചോർന്നു. അപ്പോൾ ഉമ്മ വന്നപ്പോൾ പറഞ്ഞു ഉമ്മ പറയാം കരിന്താളിൻ്റെ നല്ലതാണ്. കരിന്താള നല്ല കർക്കിടക മാസത്തിൽ കരിന്താൾ കൂട്ടുന്ന ഏറ്റവും നല്ലതാണ്. കുറച്ചേ കിട്ടിയിട്ട് കാണട്ടെ നോക്ക്. ഇതുമയ്യ അടങ്ങാണ്ടോ ഒന്ന് കാണി, ഞാൻ നോക്കട്ടെ. ഇത് അയക്കുന്നല്ലോ ഇത് മതിയാവുമല്ലോ. അത്തിരിയാക്കി കുറച്ചും കൂടി മാണ്ടി നോക്കുക. നമ്മൾ ഇവിടെ എല്ലാം പോയപ്പോൾ ഇവിടെയും കാണുന്നുണ്ട്. ഇതാ താള് കിട്ടണം. ഇത് എങ്ങനെ വെക്കുക? ഇത് നമ്മൾ അരിഞ്ഞിട്ടിട്ട് അടുപ്പത്ത് വെക്കുക. പച്ചവെള്ളം ഉപ്പ് ഇട്ട് എന്നിട്ട് വെന്തിട്ട് നമ്മൾ മന്ത് കൊണ്ട് ഇളക്കുക. പഴയ മന്ത് ഇങ്ങനെ ഇളക്കുന്ന മന്ത്. എന്നിട്ട് വെളുത്തുള്ളി ഇട്ടിട്ട് വറവ് വയ്ക്കുക. നല്ല രസം ഉണ്ടാവും. നല്ല ടേസ്റ്റ് ഉണ്ടാവും. പച്ചമുളക് വെളുത്തുള്ളി ഇട്ട് വറവ് വയ്ക്കുക. വേറെ ഒന്നും വേണ്ട. ഇതാണ് നേരത്തെ പറഞ്ഞ താള്. ഇതിങ്ങനെ ചോറിലിട്ട് ഇങ്ങനെ കുഴക്കുക. ഇതിനുള്ള പ്രത്യേകത എന്താ? ഒരു കാലത്ത് ഇതായിരുന്നു നമ്മളെ കറിവെക്കൽ. കാരണം താള് ഇട്ട കുരു പിന്നെ അതേപോലെ മാങ്ങ ഇട്ടിട്ട് താള് വെക്കും. ഇതിങ്ങനെ കുഴച്ചിട്ട് ഇത് ഭയങ്കര ടേസ്റ്റി ഫുഡാണ്. കാരണം ഒരു വളമില്ല, ജൈവ വളമല്ല, ഇംഗ്ലീഷ് വളം, ഒരു സംഗതി ഇല്ലാത്തൊരു സംഭവം. നാച്ചുറൽ കരിന്താള്. ഇതിങ്ങനെ തിന്ന് നോക്കിക്കോളെ. ആവും വേറെ 65 എല്ലാം ഉണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ സൂപ്പർ എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വയനാട്ടായിരിക്കും പറയും. നേരെ മറിച്ച് പുറത്തുള്ള ആളുകൾക്ക് അറിയാൻ പറ്റില്ല. സൂപ്പർ ടേസ്റ്റി ഫുഡാണ്.